നമസ്കാരം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചരിച്ചിൽ, വയറ് വീർത്തുമുട്ടൽ അല്ലെങ്കിൽ അസിഡിറ്റി കാരണം കഷ്ടപ്പെടുന്ന ഒരാളാണോ നിങ്ങൾ? നെഞ്ചിലൊരു പുകച്ചിൽ വരുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും മരുന്ന് കഴിക്കുമോ? ഒരു താൽക്കാലിക ആശ്വാസം കണ്ടെത്തുകയാണോ പതിവ്? എന്നാൽ സ്ഥിരമായി ഇത്തരം മരുന്നുകൾ കഴിക്കുന്നത് നിങ്ങളുടെ ദഹന വ്യവസ്ഥയെ, സ്വാഭാവികമായ പ്രവർത്തനത്തെയും ബാധിക്കുമെന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഗ്യാസ് ട്രബിളും അസിഡിറ്റിയും ഒരു വലിയ രോഗമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതശൈലിയിലും ഭക്ഷണത്തിലും വരുന്ന ചെറിയ തെറ്റുകൾ കാരണം ശരീരം നൽകുന്ന ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ 3 പ്രധാന കാരണങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അറിയാതെ നമ്മൾ വരുത്തുന്ന ഗ്യാസ് ട്രബിളിന് കാരണമാകുന്ന ഭക്ഷണശീലങ്ങൾ. മരുന്നുകളില്ലാതെ അസിഡിറ്റിയെ സ്ഥിരമായി മാറ്റാൻ സഹായിക്കുന്ന ലളിതമായ ശീലങ്ങൾ. ഏറ്റവും പ്രധാനം, ഇത് വെറുമൊരു ഗ്യാസ് ട്രബിൾ അല്ല, ഡോക്ടറെ കാണേണ്ട ഗുരുതര സാഹചര്യമാണെന്ന് എങ്ങനെ തിരിച്ചറിയാം? വീഡിയോ മുഴുവനായി കാണുക. നിങ്ങളുടെ ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഇത് സഹായിക്കും. ഗ്യാസ് ട്രബിളിന് കാരണമാകുന്ന പ്രധാന ഭക്ഷണശീലങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായി, എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഗ്യാസും അസിഡിറ്റിയും ഉണ്ടാകുന്നത്? അതിന്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം. ഇതിന് പ്രധാനമായും 5 കാരണങ്ങളാണുള്ളത്. സമയം തെറ്റിയുള്ള ഭക്ഷണ രീതി. രാവിലെ ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ കൂടുതൽ സമയം പട്ടിണി കിടന്ന ശേഷം ഒറ്റയടിക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കുക. വയർ കാലിയായിരിക്കുമ്പോൾ അവിടെ ആസിഡ് ഉൽപാദനം നടക്കുകയും അത് വയറിന്റെ ഭിത്തികളിൽ അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യുന്നു. നമ്മുടെ വീട്ടമ്മമാർക്കെല്ലാം ഈ ഒരു കാര്യമുള്ളതാണ്. അമിതമായ എണ്ണമയവും എരിവും. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, അമിത എരിവുള്ള കറികൾ എന്നിവ ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കും. ഇത് വയറ്റിൽ കൂടുതൽ ആസിഡ് ഉണ്ടാക്കാൻ ഇടയാകുന്നു. അതുപോലെ തന്നെ ചായ, കാപ്പി, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. ദിവസവും 1-ൽ കൂടുതൽ തവണ കുടിക്കുന്ന സ്ട്രോങ് ചായയും കാപ്പിയും അതുപോലെ സോഡയും കൂൾ ഡ്രിങ്ക്സും വയറ്റിലെ pH ബാലൻസ് തെറ്റിക്കുകയും നെഞ്ചരിച്ചിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുപോലെ തിടുക്കത്തിൽ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കാതെ വേഗത്തിൽ വാരി വിഴുങ്ങുന്നത്. ഭക്ഷണത്തോടൊപ്പം വായുവും വയറ്റിലേക്ക് കടക്കുന്നു. ഇത് വയറ് വീർക്കാനും ഗ്യാസ് ഉണ്ടാകാനും കാരണമാകുന്നു. കഴിച്ചയുടൻ കിടക്കുന്ന ശീലം. രാത്രി ഭക്ഷണം കഴിച്ചയുടൻ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന ശീലം ഇന്ന് ഭൂരിഭാഗം ആളുകൾക്കുമുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ വയറ്റിലെ ആസിഡ് തിരികെ അന്നനാളത്തിലേക്ക് ഒഴുകിയെത്തുകയും കടുത്ത നെഞ്ചരിച്ചിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ GERD അല്ലെങ്കിൽ ആസിഡ് റിഫ്ലക്സ് ഡിസീസ് എന്ന് വിളിക്കുന്നത്. ദഹനം മെച്ചപ്പെടുത്താനും അസിഡിറ്റി മാറ്റാനുമുള്ള വഴികൾ എന്തൊക്കെയാണ്? ഇനി നമുക്ക് ഇതിനുള്ള ലളിതമായ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറഞ്ഞ അളവിൽ കൃത്യസമയത്ത് കഴിക്കുക. സ്മോൾ ഫ്രീക്വന്റ് മീൽസ്. ഒറ്റയടിക്ക് വയറ് നിറച്ച് കഴിക്കുന്നതിന് പകരം ഭക്ഷണത്തിൽ അളവ് കുറച്ച് കൃത്യമായ ഇടവേളകളിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുക. നമ്മുടെ ദഹനം ആരംഭിക്കുന്നത് വായിൽ നിന്നാണ്. ചവച്ചരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഉമിനീരിൽ ദഹനരസങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് വയറ്റിൽ ആസിഡിന്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ അത്താഴവും ഉറക്കവും തമ്മിൽ ഒരു 2-3 മണിക്കൂറത്തെ ഗ്യാപ്പ് ഉണ്ടാവുക. രാത്രി ഭക്ഷണം കഴിഞ്ഞ് കുറഞ്ഞത് 2 മുതൽ 3 മണിക്കൂറിന് ശേഷം മാത്രം ഉറങ്ങാൻ കിടക്കുക. കഴിച്ചയുടൻ കിടക്കാതെ 10-15 മിനിറ്റ് ലളിതമായ വീട്ടിനുള്ളിൽ നടക്കുന്നതും ദഹനത്തെ വേഗത്തിലാക്കും. വെള്ളം കുടിക്കുന്ന രീതി എന്താണ്? ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം ധാരാളം വെള്ളം കുടിക്കരുത്. ഇത് വയറ്റിലെ ദഹനരസങ്ങളെ ലയിപ്പിച്ച് ഡൈല്യൂട്ട് ചെയ്ത് ദഹനം പകുക്കുകയാക്കും. ഭക്ഷണത്തിൽ ഒരു 30 മിനിറ്റ് മുമ്പോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് 30 മിനിറ്റിന് ശേഷമോ വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. നമുക്ക് പ്രകൃതിദത്തമായ കുറെ ഇതുണ്ട്. ഇഞ്ചിയും ഇട്ട് തിളപ്പിച്ച വെള്ളം, ജീരക വെള്ളമോ ചെറിയ ഇഞ്ചി ഭക്ഷണത്തിന് ശേഷം ഉപയോഗിക്കുന്നത് ദഹനം കൂട്ടും.
ഇഞ്ചിയും ജീരകവെള്ളവും നമുക്ക് പ്രകൃതിദത്തമായ കാര്യങ്ങളാണ്. തിളപ്പിച്ചാറിയ ജീരകവെള്ളമോ ചെറിയ കഷ്ണം ഇഞ്ചിയോ ഭക്ഷണത്തിന് ശേഷം ഉപയോഗിക്കുന്നത് ദഹനം കൂട്ടും. പിന്നെ ബട്ടർ മിൽക്ക്, മോര്, ചെറിയ അളവിൽ കായവും ഇഞ്ചിയും ചേർത്ത് കാച്ചാത്ത മോര് വയറിനുള്ളിൽ തണുപ്പ് നൽകാനും അസിഡിറ്റി കുറയ്ക്കാനും വളരെ നല്ലതാണ്. അതുതന്നെയാണ് തൈര്, പ്രോബയോട്ടിക്സ്. ഭക്ഷണത്തിൽ പ്രോബയോട്ടിക്സ് അടങ്ങിയ തൈര് ഉൾപ്പെടുത്തുന്നത് കുടലിലെ നല്ല ബാക്ടീരിയകളെ വളർത്താൻ സഹായിക്കും. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. പലരും എപ്പോഴും ഉണ്ടാകുന്ന അസിഡിറ്റിയെ നിസ്സാരമായി കണ്ട് വർഷങ്ങളോളം വായുഗുളികയും മറ്റുള്ള ഗുളികകളും കഴിച്ചുകൊണ്ടിരിക്കും. എന്നാൽ താഴെ പറയുന്ന ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് വെറും ഒരു ഗ്യാസ് ട്രബിൾ അല്ല. തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ട് പരിശോധന നടത്തേണ്ടതുണ്ട്. കാരണമില്ലാതെ ശരീരഭാരം കുറയുക, ഡയറ്റോ വ്യായാമോ ചെയ്യാതെ തന്നെ പെട്ടെന്ന് ഭാരം കുറയുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ തുടർച്ചയായി ഛർദി, കഴിക്കുന്ന ഭക്ഷണം നിലനിൽക്കാതെ വരികയോ ഛർദിയിൽ രക്തത്തിന്റെ അംശം കാണുകയോ ചെയ്യുക, കറുത്ത നിറത്തിൽ മലം പോവുക, ബ്ലാക്ക് കളറിൽ, വയറ്റിൽ എവിടെയെങ്കിലും രക്തസ്രാവം, ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടെന്നതിന്റെ ലക്ഷണമാണത്. ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, കഴിക്കാൻ ബുദ്ധിമുട്ട്, ഭക്ഷണം തൊണ്ടയിൽ തടയുന്നത് പോലെ അനുഭവപ്പെടുക, നെഞ്ചുവേദന, ചെസ്റ്റ് പെയിൻ, നെഞ്ചരിച്ചിലിനോടൊപ്പം ഇടത് കൈക്കിലോക്കോ താടിയെല്ലിലോക്കോ പടരുന്ന വേദനയും അമിതമായ വീർപ്പും ഉണ്ടെങ്കിൽ അത് അസിഡിറ്റി ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് ഒരുപക്ഷെ ഹൃദയാഘാതത്തിന്റെ, ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണവുമാകാം. ഉടൻ തന്നെ വൈദ്യസഹായം തേടണം. അതുകൊണ്ട് എപ്പോഴും ഗുളികകളെ മാത്രം ആശ്രയിക്കാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും ജീവിത രീതിയിലും ചെറിയ മാറ്റങ്ങൾ വരുത്തുക. കൃത്യസമയത്തുള്ള ഭക്ഷണം, നല്ല ഉറക്കം, ലളിതമായ വ്യായാമം എന്നിവയിലൂടെ അസിഡിറ്റിയെ പൂർണ്ണമായും അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് സ്ഥിരമായ അസിഡിറ്റി വരുമ്പോൾ എന്താണ് ചെയ്യാറുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ആൾ.